Good morning. So, right now we are discussing about the chapter mucoadhesive drug delivery systems. Mucoadhesive drug delivery system എന്താണെന്ന് നമ്മൾ നോക്കി. They are used to deliver the drug to the mucosa for local action or through the mucosa for systemic action. ഒന്നെങ്കിൽ ലോക്കൽ ആക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ മ്യൂക്കോസയുടെ മുകളിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലോക്കലായിട്ടുള്ള ആക്ഷൻ മതി. നേരെ മറിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ് മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറിയാണ്. അതായത് ത്രൂ ദി മ്യൂക്കോസ യു ആർ മേക്കിംഗ് ദി ഡ്രഗ് ടു എൻ്റർ ഇൻ ടു ദി ബ്ലഡ്, സിസ്റ്റമിക് ആയിട്ടുള്ള ആക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ മ്യൂക്കോസൽ ഡ്രഗ് ഡെലിവറി ഈ രണ്ട് ആസ്പെക്റ്റിലുണ്ട്. ദർ ഇസ് ലോക്കൽ ആക്ഷൻ ആസ് വെൽ ആസ് സിസ്റ്റമിക് ആക്ഷൻ. പിന്നെ നമ്മളതിലെ ഡിഫറെൻറ്റ് തിയറീസ് വിച്ച് എക്സ്പ്ലെയിൻഡ് ദി ഫിനോമിനൻ ഓഫ് ബയോ അഡേഷൻ ഓർ മ്യൂക്കോ അഡേഷൻ എന്നുള്ള നോക്കി. നൗ വി വിൽ സീ ദി മെക്കാനിസം ഓഫ് ബയോ അഡേഷൻ. എന്താണ് സംഭവിക്കുന്നത് ഒരു ബയോ അഡേഷൻ്റെ സമയത്ത്? അപ്പോൾ നമ്മളിവിടെ സോളിഡ് ഡോസേജ് ഫോം, മ്യൂക്കോ അഡേസീവ് ആയിട്ടുള്ള സോളിഡ് ഡോസേജ് ഫോമിൻ്റെ കേസ് എടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മ്യൂക്കോ അഡസീവ് ആയിട്ടുള്ള സോളിഡ് ഡോസേജ് ഫോം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് മ്യൂക്കോ അഡസീവ് ടാബ്ലറ്റ്സും അതുപോലെ മ്യൂക്കോ അഡസീവ് ഫിലിംസുമാണ്. ടാബ്ലറ്റും ഫിലിം. ഈ രണ്ട് ഡോസേജ് ഫോമാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണാറുള്ളത്. ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ട്, ടാബ്ലറ്റ് നിങ്ങൾക്കറിയാം, സാധാരണ ടാബ്ലറ്റ് തന്നെ ആയിരിക്കും, അതിനെ ഈ ചീക്കിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുക. ഫിലിം ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഏകദേശം നമ്മുടെ പപ്പടമൊക്കെ പോലെ ഉണ്ടാവും കണ്ടിട്ടുണ്ടെങ്കിൽ. ഏകദേശം വളരെ തിന്നായിട്ട് റെക്റ്റാങ്കുലറോ അല്ലെങ്കിൽ സർക്കിളോ ആയിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്ന സാധനങ്ങളാണ് ഫിലിം അല്ലെങ്കിൽ പാച്ച് എന്ന് നമ്മൾ പറയും. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പപ്പടം പോലെ ഉണ്ടായിരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ, വളരെ തിന്നായിട്ടുള്ള ആണ് ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇൻ ദ കേസ് ഓഫ് സോളിഡ് മ്യൂക്കോ അഡസീവ് ഡോസേജ് ഫോംസ്, there are two steps involved in the mechanism of bioadhesion. The first step is contact stage and the second step is consolidation stage. കോണ്ടാക്ട് സ്റ്റേജും കൺസോളിഡേഷൻ സ്റ്റേജുമാണ് രണ്ട് സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ. കോണ്ടാക്ട് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദി ഡോസേജ് ഫോം ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. അതായത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കയ്യിലെടുത്തിട്ട്, ഇപ്പോൾ ഒരു ടാബ്ലറ്റാണ്, ഓറൽ മ്യൂക്കോ അഡസീവ് ടാബ്ലറ്റ് ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കയ്യിലെടുത്തിട്ട് നമ്മൾ ചീക്കിലേക്ക് അതിനെ ഒട്ടിച്ച് വയ്ക്കും. കൈ കൊണ്ട് ഇത് ചെറിയൊരു ബലം പ്രയോഗിച്ച് ഒട്ടിച്ച് വയ്ക്കും. അതാണ് കോണ്ടാക്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനീഷ്യൽ ഫോർമേഷൻ ഓഫ് ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ഡോസേജ് ഫോം ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. അവിടെ നമ്മൾ കൈ കൊണ്ട് അമർത്തുന്നു, അതാണ് കോണ്ടാക്ട് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൺസോളിഡേഷൻ സ്റ്റേജാണ്. കൺസോളിഡേഷൻ സ്റ്റേജ് ഈസ് ദി സ്റ്റേജ് വേർ chemical interaction occurs between, physicochemical interaction occurs between the dosage form and mucus. അതായത് നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താ സംഭവിക്കുക, ഈ ഒരു ഡോസേജ് ഫോം മ്യൂക്കസിൽ നിന്നും വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ഇറ്റ് ഗെറ്റ്സ് ഹൈഡ്രേറ്റഡ്. ഇത് ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ ഡോസേജ് ഫോം ഹൈഡ്രേറ്റ് ചെയ്യുന്നത് വാട്ടർ എവിടെ നിന്ന് അബ്സോർബ് ചെയ്തിട്ടാണ്? മ്യൂക്കോസയിൽ നിന്നും വാട്ടർ അബ്സോർബ് ചെയ്തിട്ട്. അപ്പോൾ മ്യൂക്കോസയ്ക്ക് എന്താ സംഭവിക്കുക? ഇറ്റ് ഗെറ്റ്സ് ഡീഹൈഡ്രേറ്റഡ്. അവിടുന്ന് വെള്ളം വലിച്ചെടുക്കുമ്പോൾ മ്യൂക്കോസ ഡീഹൈഡ്രേറ്റ് ചെയ്യപ്പെടും, ഡോസേജ് ഫോം ഹൈഡ്രേറ്റ് ചെയ്യപ്പെടും. അതേസമയം തന്നെ ഇത് ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ മോളിക്യൂൾസ് ഫ്രീ ആയി മാറും. മോളിക്യൂൾസ് ഫ്രീ ആയി മാറിയിട്ട് ഇറ്റ് വിൽ പെനിട്രേറ്റ് ഡീപ്പ് ഇൻ ടു ദി മ്യൂക്കസ് മെംബ്രെയിൻ ആസ് വെൽ ആസ് the mucin glycoprotein chains will penetrate into the polymer structure or your dosage form. ഇത് നമ്മൾ ഏത് തിയറിയായി പഠിച്ചിട്ടുണ്ട്? ഡിഫ്യൂഷൻ തിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഓഫ് മ്യൂക്കസും സംഭവിക്കുന്നുണ്ട്, അതുപോലെ ഡിഫ്യൂഷൻ ഓഫ് ദ ഇൻ്റർപെനിട്രേഷൻ ഓർ ഡിഫ്യൂഷൻ ഓഫ് പോളിമർ ചെയിൻ ആൻഡ് മ്യൂസിൻ ഗ്ലൈക്കോപ്രോട്ടീൻ ഒക്കേഴ്സ്. ഈ കൺസോളിഡേഷൻ സ്റ്റേജിനെ സംഭവിക്കുമ്പോൾ രണ്ട് തിയറി യൂസ് ചെയ്തിട്ടാണ് കൺസോളിഡേഷൻ സ്റ്റേജിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ഡിഫ്യൂഷൻ തിയറി, ഇൻ്റർപെനിട്രേഷൻ തിയറി. രണ്ടാമത്തത് ഡീഹൈഡ്രേഷൻ തിയറി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ കൺസോളിഡേഷൻ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ ഈ കോണ്ടാക്ട് സ്റ്റേജ് കഴിഞ്ഞ ഉടനെ
ഉണ്ടായിരിക്കുന്ന ബോണ്ടിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കി മാറ്റുന്ന സ്റ്റേജാണ് കൺസോളിഡേഷൻ സ്റ്റേജ്. ഇവിടെയാണ് ഫിസിക്കോ കെമിക്കൽ ഇൻട്രാക്ഷൻ നടക്കുന്നത്. അതായത് വീക്ക് വാണ്ടർ വാൾസ് ഫോഴ്സസ്, ഹൈഡ്രജൻ ബോണ്ട്സ്, ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഈ സ്റ്റേജിലാണ്. 2 തിയറി യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിഫ്യൂഷൻ തിയറി. ഡിഫ്യൂഷൻ തിയറി ആ ഇൻ്റർപെനിട്രേഷൻ ഓഫ് മ്യൂസിൻ ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് പോളിമർ ചെയിൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ആ കാര്യം നിങ്ങളിവിടെ എഴുതി വയ്ക്കണം. ഫസ്റ്റ് തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് കൺസോളിഡേഷൻ. സെക്കൻഡ് തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് കൺസോളിഡേഷൻ ഈസ് ഡീഹൈഡ്രേഷൻ തിയറി. ഡീഹൈഡ്രേഷൻ തിയറി പറയുന്നത് വെൻ ദി ഡോസേജ് ഫോം ഈസ് പ്ലേസ്ഡ് ഓൺ ദി മ്യൂക്കോസ ഇറ്റ് വിൽ അബ്സോർബ് water from the mucus and it gets hydrated. At the same time what happens to the mucous membrane? It is getting dehydrated. കാരണം വെള്ളം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ ഓസ്മോട്ടിക് പ്രഷറിലുള്ള ഡിഫറൻസ് വഴിയാണ്. ഓസ്മോസിസ് ആണ് സംഭവിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷറിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്നും വാട്ടർ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഓസ്മോസിസ്. ഇവിടെ മൂവ്മെൻറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? മൂവ്മെൻറ്റ് വിൽ ബി ഫ്രം ദി മ്യൂക്കസ് ടു ഡോസേജ് ഫോം. അപ്പോൾ ഈ ഒരു വാട്ടർ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് വഴി ദ മ്യൂക്കോസ ബിക്കംസ് ഡീഹൈഡ്രേറ്റഡ് ആൻഡ് എ ഹൈഡ്രേഷൻ ലെയർ ഫോംസ് ഇൻ ദി ഡോസേജ് ഫോം ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ദർ ഒക്കേഴ്സ് കൺസോളിഡേഷൻ ഓഫ് ദി അഡ്ഹസീവ് ബോണ്ട്. ഈ ഒരു വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് കൺസോളിഡേഷൻ സംഭവിക്കുന്നത് എന്നാണ് ഡീഹൈഡ്രേഷൻ തിയറി പറയുന്നത്. So that is about the mechanism of bioadhesion. Now we will move towards transmucosal permeability. Transmucosal permeability എന്ന് പറഞ്ഞാൽ, ട്രാൻസ് എന്ന് പറഞ്ഞാൽ ത്രൂ എന്നാണ് അർത്ഥം. മ്യൂക്കോസയിലൂടെ ഡ്രഗ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ. ഇത് മ്യൂക്കോസയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഡ്രഗിനെ മ്യൂക്കോസയിലൂടെ കടത്തി വിടുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡ്രഗിൻ്റെ ആക്ഷൻ ക്യാൻ ബി ലോക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് മ്യൂക്കോസ കടന്നു പോകില്ല. അതിൻ്റെ ആക്ഷൻ സർഫേസിൽ മാത്രമേ കിട്ടൂ. മ്യൂക്കസ് മെമ്പറൈൻ്റെ സർഫേസിൽ മാത്രമേ ആക്ഷൻ ഉണ്ടാകുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗിനെ നമ്മൾ മ്യൂക്കോസയിലൂടെ പെനിട്രേറ്റ് ചെയ്യിപ്പിക്കും. എങ്ങോട്ടേക്കാണ് പെനിട്രേറ്റ് ചെയ്ത് കയറുക? വീനസ് സിസ്റ്റത്തിലേക്കാണ് കയറുക. ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് വെയിൻസിലേക്കാണ് കയറുക. എന്നിട്ട് അത് സിസ്റ്റമിക് ആക്ഷൻ ഉണ്ടാക്കും. ഇതിന് പറയുന്ന പേരാണ് ട്രാൻസ്മ്യൂക്കോസൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ത്രൂ ദ മ്യൂക്കോസ ഡ്രഗ് ഈസ് എൻറ്ററിങ് ഇൻ ടു ദി വെയിൻസ് ഓർ കാപ്പിലറി നെറ്റ്വർക്ക്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്മ്യൂക്കോസൽ പെർമിയബിലിറ്റിയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇഫ് യു കമ്പയർ ഇറ്റ് വിത്ത് ദി ട്രാൻസ്ഡെർമൽ പെനിട്രേഷൻ. ട്രാൻസ്ഡെർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെർമിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ എന്നാണ് അർത്ഥം. ഡെർമൽ ലെയർ. അപ്പോൾ ട്രാൻസ്ഡെർമൽ റൂട്ട് എന്ന് പറഞ്ഞാൽ സ്കിന്നിലൂടെയുള്ള ഡ്രഗിൻ്റെ പെനിട്രേഷൻ ഇൻ ടു ദി ബ്ലഡ് സിസ്റ്റം ഓർ സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ ഡെർമൽ റൂട്ട് ഈസ് ക്വൈറ്റ് സിമിലർ ടു ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട്. രണ്ടിലും നമ്മൾ സ്കിന്നിലൂടെ, ഒന്നിലും മ്യൂക്കോസയിലൂടെയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ഡ്രഗിനെ കടത്തിവിടുന്നത്. ഏതിൽ? ട്രാൻസ്മ്യൂക്കോസൽ ഡെലിവറിയിൽ. ട്രാൻസ്ഡെർമൽ ഡെലിവറിയിൽ സ്കിന്നിലൂടെയാണ് കടത്തിവിടുന്നത്. മ്യൂക്കോസയിലൂടെയല്ല, സ്കിൻ. ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ, ബാക്കി ഭാഗത്തിനാണ് നമ്മൾ സ്കിൻ എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റം കോർണിയം ലെയറൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള സ്കിൻ എന്ന് പറയുന്ന സർഫേസിലൂടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ഡ്രഗിനെ കടത്തിവിടുന്നതാണ് ട്രാൻസ്ഡെർമൽ ഡെലിവറി എന്ന് പറഞ്ഞത്. ഇതിലേതായിരിക്കും പെട്ടെന്ന് നടക്കുക? ട്രാൻസ്ഡെർമൽ ആയിരിക്കുമോ ട്രാൻസ്മ്യൂക്കോസൽ ആയിരിക്കുമോ? ട്രാൻസ്മ്യൂക്കോസൽ ഡെലിവറി വിൽ ബി മോർ എഫിഷ്യൻറ്റ് ബിക്കോസ് സ്കിന്നിൻ്റെ മുകളിൽ സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ് വിൽ ഹിൻഡർ ദി മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ഫ്രം ദി സ്കിൻ ഇൻ ടു ദി സിസ്റ്റമിക് സർക്കുലേഷൻ. ഈ ഒരു സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്ന ലെയറാണ് ഏറ്റവും വലിയ ബാരിയർ അബ്സോർപ്ഷനുള്ള സ്കിന്നിലൂടെയുള്ള. ഈ ലെയർ എവിടെ ഇല്ല? മ്യൂക്കോസൽ മെംബ്രെയിനിൽ ഇല്ല. അത് കാരണം ഇറ്റ് വിൽ ബി മോർ എഫിഷ്യൻറ്റ് വെൻ വി കമ്പയർ ഇറ്റ് വിത്ത് ട്രാൻസ്ഡെർമൽ ഡെലിവറി. ഓക്കെ, രണ്ട് റൂട്ടിലൂടെയാണ് ഡ്രഗ് മ്യൂക്കോസലി പെർമിയേറ്റ് ചെയ്യുക.
ഈ രണ്ട് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ് സെല്ലുലാർ റൂട്ടാണ്. ട്രാൻസ് സെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞാൽ മ്യൂക്കോസൽ മെംബ്രെയിനിലെ സെൽസിലൂടെ ഡ്രഗ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതിനെയാണ് ട്രാൻസ് സെല്ലുലാർ റൂട്ട് എന്ന് പറയുന്നത്. സെല്ലിൻ്റെ ഉള്ളിലൂടെയാണ് ഡ്രഗ് കയറി പോകും. ഹൈലി ലിപ്പോഫിലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഡ്രഗ്സാണ് ഈ രീതിയിൽ ക്രോസ് ചെയ്ത് പോവുക. കാരണം ഈ സെൽ മെംബ്രെയിൻ ലിപ്പിഡ് കൊണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ടാണ് സെൽ മെംബ്രെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഹൈലി ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അപ്രകാരം ഹൈലി ലിപ്പോഫിലിക് ആയിട്ടുള്ള ലിപ്പിഡിൽ സോലിബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രമേ അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുള്ളൂ. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സാണ്, അല്ലെങ്കിൽ നോൺ പോളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഡ്രഗ്സാണ് കടന്നു പോകുക. രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ പാരാസെല്ലുലാർ റൂട്ടാണ്. പാരാസെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി സ്മോൾ പോർസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദി മ്യൂക്കോസൽ സെൽസ്. സെല്ലുകളുടെ ഇടയിലുള്ള പോർസ്, വാട്ടർ ഫിൽഡ് പോർസ് ഉണ്ടാകും, അതിലൂടെ കടന്നു പോകുന്നതാണ് പാരാസെല്ലുലാർ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോർ ട്രാൻസ്പോർട്ട് എന്നും ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് എങ്ങനത്തെ ഡ്രഗായിട്ടും വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ഡ്രഗ്സ്, സൈസ് മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആണ്, പോളാറായിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് ഈ ഒരു റൂട്ട് പാരാസെല്ലുലാർ റൂട്ട് എടുക്കുക. ഈ രണ്ട് റൂട്ടിലൂടെയാണ് ട്രാൻസ്മ്യൂക്കോസൽ ഡെലിവറി ഒക്കർ ചെയ്യുക. അപ്പോൾ രണ്ട് റൂട്ടാണ്, ട്രാൻസെല്ലുലാർ റൂട്ട് ആൻഡ് പാരാസെല്ലുലാർ റൂട്ട്. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ രീതിയിലുള്ള ട്രാൻസ്മ്യൂക്കോസൽ ആപ്ലിക്കേഷനെ ബാധിക്കുന്നതെന്നാണ്. ഫസ്റ്റ് വൺ ഈസ് ദി ഡ്രഗ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഡ്രഗ് കോൺസെൻട്രേഷൻ കൂടിയാൽ കൂടിയ കോൺസെൻട്രേഷനുള്ള ഭാഗത്തു നിന്നും ഡ്രഗ് കുറഞ്ഞ കോൺസെൻട്രേഷനിലേക്ക് പോകും. ഫസ്റ്റ് ഓർഡർ ഡെലിവറി എന്ന് നമ്മളതിനെ പറയുന്നു. ഒന്ന്, ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ പ്രസൻറ്റ് ഇൻ ദി സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മ്യൂക്കോസൽ സർഫേസിൻ്റെ മുകളിലുള്ള ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ അത് കൂടിയാൽ കൂടുതൽ അബ്സോർപ്ഷൻ നടക്കും. രണ്ട്, വെഹിക്കിൾ യൂസ്ഡ് അല്ലെങ്കിൽ പോളിമറിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടും ഡെലിവറി മേ ഡിഫർ ഫ്രം വൺ പോളിമർ ടു അനദർ പോളിമർ. അടുത്തത് മ്യൂക്കോസൽ കോണ്ടാക്ട് ടൈമാണ്. കൂടുതൽ നേരം കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡ്രഗ് അബ്സോർബ് ചെയ്യും. മറ്റൊന്ന് വീനസ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രസൻസ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ഇൻ ദി മ്യൂക്കോസയിൽ സബ് മ്യൂക്കോസൽ റീജിയനിൽ കൂടുതൽ ബ്ലഡ് കാപ്പിലറീസും വെയിൻസൊക്കെ പ്രസൻ്റ് ആയാൽ ഡ്രഗ് കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടും. ദെൻ ദി ഡ്രഗ്സ് അയോണൈസേഷൻ. എത്രമാത്രമാണ് ഡ്രഗ് അയോണൈസ്ഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? അയോണൈസ്ഡ് ഫോമിലുള്ള ഡ്രഗ്സ് പാസീവ്ലി പെട്ടെന്നൊന്നും അബ്സോർബ് ചെയ്യില്ല. അതിന് പല സ്പെഷ്യൽ മെക്കാനിസംസ് ഓഫ് ട്രാൻസ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അയോണൈസ്ഡ് ഫോമിലുള്ള ഡ്രഗിനെ അല്ല നമ്മൾ മ്യൂക്കോസൽ ഡെലിവറിക്ക് പ്രിഫർ ചെയ്യുക, അൺഅയോണൈസ്ഡ് ഫോമിലുള്ള ഡ്രഗിനെയാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഡ്രഗിൻ്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷനും മ്യൂക്കോസൽ ഡെലിവറിയെ ബാധിക്കും. ദെൻ ദി pH അറ്റ് ദി അബ്സോർപ്ഷൻ സൈറ്റ്. അപ്പോൾ അഗെയിൻ pH പാർട്ടീഷൻ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ചില pHൽ ഡ്രഗ് അയോണൈസ്ഡ് ആകും, ചില pHൽ ഡ്രഗ് അൺഅയോണൈസ്ഡ് ഫോമിലായിരിക്കും. അപ്പോൾ pH ആ മ്യൂക്കോസൽ സൈറ്റുള്ള pHൽ ഡ്രഗ് അയോണൈസ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയും. നേരെ മറിച്ചിട്ട് ആ pH ഇഫ് ഇറ്റ് ഫേവേഴ്സ് ദി അൺഅയോണൈസ്ഡ് ഫോമിനെയാണ് ആ pH ഫേവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി മോർ അബ്സോർപ്ഷൻ. ദെൻ ദി സൈസ് ഓഫ് ഡ്രഗ് മോളിക്യൂൾ. ഇപ്പോൾ പെപ്റ്റൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഡെലിവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ സൈസ് കൂടുതലായത് കാരണം. യു ഹാവ് ടു യൂസ് സം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കെമിക്കൽസ് ദാറ്റ് വിൽ ഇൻക്രീസ് ദി റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കോൾഡ് പെർമിയേഷൻ എൻഹാൻസേഴ്സ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ സൈസ് കൂടിയ ഡ്രഗ്സിനെ അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ദെൻ ലിപ്പിഡ് സോലിബിലിറ്റി. ഹൈലി ലിപ്പിഡ് സോലിബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് വളരെ വേഗം തന്നെ അബ്സോർബ് ചെയ്യപ്പെടും. ലിപ്പോഫിലിക് അല്ലാത്ത ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. ഇത്രയും ഫാക്ടേഴ്സാണ് ട്രാൻസ്മ്യൂക്കോസൽ പെർമിയബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുക. Then there are certain methods by which we can increase the permeation through oral mucosa. അപ്പോൾ ഓറൽ മ്യൂക്കോസയിലൂടെയുള്ള പെർമിയേഷൻ്റെ ഈ മ്യൂക്കോസൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഏത് മ്യൂക്കോസ വേണമെങ്കിലും ആകും. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ
റിസർച്ച് വർക്ക് നടക്കുന്നത് ഓറൽ മ്യൂക്കോസയാണ്. അപ്പോൾ അത് കാരണം ആണ് ഓറൽ മ്യൂക്കോസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെനിട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ യൂസ് ഓഫ് പ്രോഡ്രഗ്സ്. ഡ്രഗ് ഇപ്പോൾ ഹൈഡ്രോഫിലിക് ആണെങ്കിൽ അതിൻ്റെ ലിപ്പോഫിലിക് ആയിട്ടുള്ള പ്രോഡ്രഗ് ആക്കിയിട്ട് മാറ്റണം. ദെൻ ദി അബ്സോർപ്ഷൻ വിൽ ബി മോർ. ദെൻ കോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്. ഇപ്പോൾ ഡ്രഗിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈംസൊക്കെ ചിലപ്പോൾ ഗട്ട് വാളിൽ, ഇവിടെ പറയുന്നത് ഗട്ട് വാളിലുള്ള എൻസൈംസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഗട്ട് വാളിൽ എൻസൈംസ് ഇഫ് ദേ ഡീഗ്രേഡ് ദി ഡ്രഗ് യു വിൽ ഹാവ് ടു അഡ്മിനിസ്റ്റർ certain enzyme inhibitors that will inhibit the degradation of the drug by enzyme. അപ്പോൾ എൻസൈം ഇൻഹിബിറ്റേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന വഴി ഡ്രഗിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ ദി യൂസ് ഓഫ് പെനിട്രേഷൻ എൻഹാൻസേഴ്സ്. ഡൈമീഥൈൽ സൾഫോക്സൈഡ് പോലുള്ള പെനിട്രേഷൻ എൻഹാൻസേഴ്സ് നമ്മൾ സാധാരണ ഫോർമുലേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട് ടു ഇംപ്രൂവ് ദി അബ്സോർപ്ഷൻ. അപ്പോൾ ഒന്ന് പ്രോഡ്രഗ് ടെക്നിക്കാണ് ബൈ മേക്കിംഗ് ദി കൺവേർട്ടിംഗ് ദി ഹൈഡ്രോഫിലിക് ഡ്രഗ് ഇൻ ടു ലിപ്പോഫിലിക് ഡ്രഗ്. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ കൂടും. ദെൻ ബൈ കോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്. ഡ്രഗ് എൻസൈം ഡീഗ്രേഡേഷന് വിധേയമാവുന്ന ഡ്രഗ് ആണെങ്കിൽ ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈം ഇൻഹിബിറ്ററിനെ നമ്മൾ കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യും. ദെൻ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെർമിയേഷൻ എൻഹാൻസേഴ്സിൻ്റെയാണ്. പെർമിയേഷൻ കൂട്ടുന്ന ഡ്രഗിൻ്റെ പെനിട്രേഷൻ കൂട്ടുന്ന കെമിക്കൽ ഏജൻസ് ആണ് പെർമിയേഷൻ എൻഹാൻസേഴ്സ്. അതിനെ നമ്മുടെ ഫോർമുലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വഴിയും നമുക്ക് പെനിട്രേഷൻ കൂട്ടാം. ഇനി ഓറൽ റൂട്ടിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് ബക്കൽ ആൻഡ് സബ്ലിംഗ്വൽ റൂട്ടാണ്. കാരണം ഇത് രണ്ടുമാണ് നമ്മുടെ ഓറൽ മ്യൂക്കോസയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ പെർമിയബിൾ ആയിട്ടുള്ള മ്യൂക്കോസ സബ്ലിംഗ്വൽ മ്യൂക്കോസ നാവിൻ്റെ അടിയിലുള്ള ആ ഭാഗം, ചർമ്മത്തിൻ്റെ ഭാഗം, ചർമ്മമല്ല മ്യൂക്കോസിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ സബ്ലിംഗ്വൽ മ്യൂക്കോസ എന്ന് പറയുന്നത്. ബക്കൽ മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെയും ചീക്കിൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ ആ ചീക്കിനെ ലൈൻ ചെയ്യുന്ന ഭാഗമാണ് ബക്കൽ മ്യൂക്കോസ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് റൂട്ടും, ബക്കൽ റൂട്ടും അല്ലെങ്കിൽ ബക്കൽ മ്യൂക്കോസയിലൂടെയുള്ള റൂട്ടും സബ്ലിംഗ്വൽ മ്യൂക്കോസയിലുള്ള റൂട്ടുമാണ് സാധാരണ ഓറൽ മ്യൂക്കോസൽ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുക. കാരണം അതിൻ്റെ പെർമിയബിലിറ്റി കൂടുതലാണ്. ദേ ആർ മോർ പെർമിയബിൾ ദാൻ ദി ടിഷ്യൂസ് ഇൻ ദി അതർ റീജിയൻസ് ഓഫ് ദി മൗത്ത്. ആൻഡ് ദ ഡ്രഗ് വിൽ ഡയറക്ട്ലി എൻ്റർ സിസ്റ്റമിക് സർക്കുലേഷൻ ബൈ ബൈപാസിങ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഇൻ ദി ലിവർ. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ മ്യൂക്കോഅഡ്ഹസീവ് ഡെലിവറിക്ക് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിനെ അവോയ്ഡ് ചെയ്യുക, റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ അച്ചീവ് ചെയ്യുക. ദെൻ കമ്മിങ് ടു അനദർ ടോപ്പിക്. അപ്പോൾ നമ്മൾ ട്രാൻസ്മ്യൂക്കോസൽ പെർമിയബിലിറ്റീനെ പഠിച്ചു. ഏതൊക്കെ റൂട്ടാണ് ട്രാൻസ്മ്യൂക്കോസൽ പെർമിയബിലിറ്റിക്ക് ഉള്ളത്? ട്രാൻസെല്ലുലാർ റൂട്ടും പാരാസെല്ലുലാർ റൂട്ടും. പിന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അബ്സോർപ്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. വേറെന്താ പഠിച്ചത്? എങ്ങനെ നമുക്ക് പെർമിയബിലിറ്റി കൂട്ടാം? പ്രോഡ്രഗ്സ് യൂസ് ചെയ്തിട്ടും പെർമിയേഷൻ എൻഹാൻസേഴ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് പെർമിയബിലിറ്റി കൂട്ടാം എന്ന് പഠിച്ചു. പിന്നെ എൻസൈം ഇൻഹിബിറ്റേഴ്സിനെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഓറൽ ഡെലിവറിയിൽ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ബക്കൽ മ്യൂക്കോസയിലൂടെയുള്ള ഡെലിവറിയും അതുപോലെ സബ്ലിംഗ്വൽ മ്യൂക്കോസയിലൂടെയുള്ള ഡെലിവറിയാണ്. അവിടെയാണ് പെർമിയേഷൻ ഏറ്റവും കൂടുതലുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫോർമുലേഷൻ കൺസിഡറേഷൻസ് ആണ്. സോ എന്തൊക്കെയാണ് ബേസിക് കമ്പോണൻസ് നീഡഡ് ഇൻ എ ബക്കോ അഡ്ഹസീവ് ഡോസേജ് ഫോം? ഒന്ന് ഡ്രഗാണ്, രണ്ടാമത്തത് ബയോ അഡ്ഹസീവ് ആയിട്ടുള്ള പോളിമറാണ്, മൂന്നാമത്തത് ബാക്കിംഗ് മെംബ്രെയിനാണ്. ബാക്കിംഗ് മെംബ്രെയിൻ എന്താണെന്ന് പറയാം. ദെൻ പെനിട്രേഷൻ എൻഹാൻസേഴ്സ്. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് നമ്മളൊരു ബക്കോ അഡ്ഹസീവ് ടാബ്ലറ്റോ അല്ലെങ്കിൽ ഫിലിമോ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ ആദ്യം ഡ്രഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ഡ്രഗിൻ്റെ സെലക്ഷൻ എപ്പോഴും അതിൻ്റെ ഫാർമക്കോ കൈനറ്റിക് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ കൺട്രോൾ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലെല്ലാം ഫാർമോകൈനറ്റിക് പാരാമീറ്റേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡ്രഗിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് റിക്വയർഡ് ഫോർ എ ഡ്രഗ് ആർ
ഒന്ന് ഡോസ് ചെറുതായിരിക്കാം, ചെറിയ ഡോസേ നമുക്ക് ഈ ഒരു രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വലിയ ഡോസാണെങ്കിൽ ഫോർമുലേഷൻ വലുതാകും, നമുക്കിത് വായിലൊന്നും ഒട്ടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ വായിൽ വലിയൊരു ഉരുള കയറ്റി വെച്ചാൽ അവിടെ അങ്ങനെ വീർത്തിരിക്കും. ഇറ്റ് വിൽ കോസ് ഇറിറ്റൻസി ടു ദി പേഷ്യൻ്റ്. അപ്പോൾ ഫോർമുലേഷൻ എത്രയും ചെറുതാവുന്നോ അത്രയും പേഷ്യൻ്റ് കംപ്ലയൻസ് കൂടും. സോ ചെറിയ ഡോസുള്ള ഡ്രഗ്സാണ് ഈ റൂട്ടിൽ സാധാരണ പ്രിഫർ ചെയ്യാറുള്ളത്. രണ്ടാമത്തെ നമ്മൾ കോമൺ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു ദ ഹാഫ് ലൈഫ്. എങ്ങനെയുള്ള ഡ്രഗുകളാണ് കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിന് യൂസ് ചെയ്യാറുള്ളത്? ഹാഫ് ലൈഫ് ഷുഡ് ബി നോട്ട് എക്സ്ട്രീംലി ലോ ആൻഡ് നോട്ട് എക്സ്ട്രീംലി ഹൈ. അതായത് ഒരു സ്മോൾ ഹാഫ് ലൈഫ് ആയിരിക്കണം, പക്ഷേ എക്സ്ട്രീംലി സ്മോൾ ആയിരിക്കാൻ പാടില്ല. ഒരു 2 മുതൽ 8 മണിക്കൂർ വരെ ഹാഫ് ലൈഫുള്ള ഡ്രഗുകളാണ് സെലക്ട് ചെയ്യാറുള്ളത്. കൺവെൻഷനലി, പിന്നെ മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ഡോസേജ് ഫോമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഡ്രഗിൻ്റെ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ ഷുഡ് ഷോ സം ഫ്ലക്ച്വേഷൻസ്. അതിൻ്റെ ടി മാക്സും സി മാക്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും AUC മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു തവണ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന സി മാക്സ് അല്ല അടുത്ത തവണ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഡ്രഗിൻ്റെ ഫാർമക്കോകൈനറ്റിക് പാരാമീറ്ററിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്നാണ് പറയുക. സി മാക്സും ടി മാക്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ യൂണിഫോം ആയിട്ടുള്ള ഒരു പാരാമീറ്റർ കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സച്ച് കൈൻഡ് ഓഫ് എ ഡോസേജ് ഫോം, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ കാണിക്കുമ്പോൾ. ദെൻ ഫസ്റ്റ് പാസ് ഇഫക്റ്റും പ്രീ സിസ്റ്റമിക് മെറ്റബോളിസവും കാണിക്കുന്ന ഡ്രഗുകളാണ് സാധാരണ നമ്മൾ ഈ റൂട്ടിലേക്ക് സെലക്ട് ചെയ്യാറുള്ളത്, അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി. ദെൻ ഡ്രഗ് അബ്സോർപ്ഷൻ ഷുഡ് ബി പാസീവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാസീവ് അബ്സോർപ്ഷൻ. നമ്മൾ ട്രാൻസെല്ലുലാർ റൂട്ടാണ് ഏറ്റവും കൂടുതൽ ദ മെയിൻ റൂട്ട് ഓഫ് മ്യൂക്കോഅഡ്ഹസീവ് ഡ്രഗ് അബ്സോർപ്ഷൻ എന്നാൽ ട്രാൻസെല്ലുലാർ റൂട്ടാണ്, ത്രൂ ദി സെല്ലാണ്. അപ്പോൾ ട്രാൻസെല്ലുലാർ റൂട്ട് എന്ന് പറയുമ്പോൾ അത് ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സിനെ അങ്ങനെ പോകാൻ സാധിക്കുകയുള്ളൂ, പാസീവ്ലി ഡിഫ്യൂസ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡ്രഗ് ഷുഡ് ബി മെയിൻലി അബ്സോർബ്ഡ് ബൈ പാസീവ് ഡിഫ്യൂഷൻ. ഇതാണ് മറ്റൊരു ഫീച്ചർ ഡ്രഗിൻ്റെ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഡ്രഗ് കാൻഡിഡേറ്റ് ഷോ ചെയ്യേണ്ടത്. ചെറിയ ഡോസ്, 2 to 8 hours ഹാഫ് ലൈഫ്. ഇറ്റ് ഷുഡ് ഷോ ഫ്ലക്ച്വേറ്റിംഗ് ഫാർമക്കോകൈനറ്റിക്സ് ഇൻ കൺവെൻഷണൽ ഡോസേജ് ഫോം. അപ്പോൾ കൺവെൻഷണൽ ഡോസേജ് ഫോമിലായിരിക്കണം ഫ്ലക്ച്വേറ്റിംഗ് ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ കാണിക്കേണ്ടത്. അതിനെ മറികടന്ന് യൂണിഫോം ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റൂട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഇറ്റ് ഷുഡ് ഷോ ഫസ്റ്റ് പാസ് ഇഫക്റ്റ് ഇൻ കൺവെൻഷണൽ ഡോസേജ് ഫോം ആൻഡ് ദി ഡ്രഗ് അബ്സോർപ്ഷൻ ഷുഡ് ബി പാസീവ്. ഇത്രയും ഫീച്ചേഴ്സ് ഡ്രഗ് കാണിക്കണം. ഇനി ബയോ അഡ്ഹസീവ് പോളിമർ, രണ്ടാമത്തെ ഫോർമുലേഷൻ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ബയോ അഡ്ഹസീവ് പോളിമറാണ്. ആൻഡ് ഇറ്റ് ഷുഡ് show some ideal characteristics like it should be inert and compatible with the drug and biological membrane. Biological membrane irritate ചെയ്യാൻ പാടില്ല, should be inert and it should be compatible with the mucous membrane. Its degradation product should be non-toxic. അപ്പോൾ ഡ്രഗ് സലൈവയിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് ശരീരത്തിന് ഉള്ളിലേക്ക് പോകും. നമ്മളിങ്ങനെ ഓരോ നേരത്തും തുപ്പിക്കളയാനൊന്നും പറ്റില്ലല്ലോ. സോ യു വിൽ ബി ഇൻജസ്റ്റിംഗ് ദി degradation products of the polymer. It should be non-toxic. Then it should form a strong bond. Epithelial surface ആയിട്ട് strong bond form ചെയ്യണം, ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു വരും അങ്ങോട്ടേക്ക്. It should be stable during the shelf life of the dosage form. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും പറയുന്നത് ഷെൽഫ് ലൈഫിൽ അത് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കണം. It should be easily available in the market and economical. വില കുറവായിരിക്കണം, മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് അലോ ഈസി ഇൻകോർപ്പറേഷൻ ഓഫ് ഡ്രഗ് ഇൻ ദിസ് ഫോർമുല. അപ്പോൾ ഡ്രഗ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം ആ ഒരു പോളിമറിലേക്ക്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദി കോമൺലി യൂസ്ഡ് ബയോ അഡ്ഹസീവ് പോളിമേഴ്സ് ആർ നാച്ചുറൽ പോളിമേഴ്സ് ലൈക്ക് ജെലാറ്റിൻ ആൻഡ് സോഡിയം ആൾജിനേറ്റ്, or synthetic and semi-synthetic polymers like polyvinyl alcohol, polyethylene glycol, hydroxypropyl methyl cellulose, polyvinyl pyrrolidone and carbomers like carbopol. Carbopol എന്നുള്ള പേര് നിങ്ങൾ മനസ്സിൽ വെച്ചോ. കാർബോപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മ്യൂക്കോഅഡ്ഹസീവ് പോളിമറാണ്. ഇതിൻ്റെ 934 എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട്, കാർബോപോൾ 934. ഇതാണ് ഓറൽ ഗ്രേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, കാർബോപോൾ 934. എപ്പോഴും സ്റ്റഡീസിനൊക്കെ നമ്മൾ മ്യൂക്കോഅഡ്ഹസീവ് ഓറൽ റൂട്ടിലൂടെയുള്ള മ്യൂക്കോഅഡ്ഹസീവ് ഡെലിവറി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പോളിമറാണ് കാർബോപോൾ 934 ഗ്രേഡ് 934.
So these are the different mucoadhesive polymers commonly used. Then comes backing membrane. Backing membrane എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറൽ മ്യൂക്കോസയാണ് ഇതെന്ന് കരുതുക. ദിസ് ഈസ് ദി ഓറൽ മ്യൂക്കോസ. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഡോസേജ് ഫോമിനെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഫിലിമാണെന്ന് കരുതുക, അല്ലെങ്കിൽ ടാബ്ലറ്റ് ആണെന്ന് കരുതുക. ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എങ്ങോട്ടേക്കാണ് ഡ്രഗ് ട്രാൻസ്മ്യൂക്കോസൽ ഡെലിവറിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഡ്രഗിൻ്റെ ഡെലിവറി ഈ ഒരു ഡയറക്ഷനിൽ മാത്രം മതി, സിസ്റ്റമിക് ആക്ഷനാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഒരു സർഫേസ് ഉണ്ടല്ലേ, ഇത് സലൈവയിലേക്ക് അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിലേക്കാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ പോളിമർ ഡീഗ്രേഡ് ചെയ്ത് ഡ്രഗ് ഇങ്ങോട്ടേക്കും റിലീസ് ചെയ്യപ്പെടും, സലൈവയിലേക്ക് റിലീസ് ചെയ്യപ്പെടും. അത് എന്നിട്ട് വയറ്റിലെത്തി അവിടുന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകും. ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒക്കെ ഉള്ളതാണെങ്കിൽ ലിവറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗട്ട് വാളിൽ വെച്ചിട്ടോ ഡീഗ്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ അത്രയും ഡ്രഗ് ലോസ് സംഭവിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു സൈഡിലേക്ക് മാത്രം ഡ്രഗ് റിലീസ് മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബാക്കിംഗ് മെംബ്രെയിൻ്റെ കോട്ടിങ് കൊടുക്കും. ഈ വയലറ്റ് കളറിൽ പച്ചയുടെ മുകളിലൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലേ, അതൊരു ബാക്കിംഗ് മെംബ്രെയിനാണ്. അത് സലൈവയിൽ ഡിസോൾവ് ചെയ്യാത്ത ഒരു പോളിമറാണ് സാധാരണ നമ്മൾ അവിടെ കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. സാധാരണ ഇതിൽ ഈഥൈൽ സെല്ലുലോസാണ് ഉപയോഗിക്കുക. ഈഥൈൽ സെല്ലുലോസ് ഈസ് നോട്ട് സോലുബിൾ ഇൻ വാട്ടർ. ഇതിനാണ് നമ്മൾ ബാക്കിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഇനേർട്ട് ആൻഡ് ഇംപെർമിയബിൾ ടു ദി ഡ്രഗ് ആൻഡ് മ്യൂക്കസ്. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് എ യൂണിഡയറക്ഷണൽ റിലീസ് ഓഫ് ദി ഡ്രഗ് സബ്സ്റ്റൻസ്. ആ മ്യൂക്കോസൽ സൈഡിലേക്ക് മാത്രം ഡ്രഗിൻ്റെ റിലീസ് കിട്ടും, യൂണിഡയറക്ഷണൽ റിലീസ്. ആൻഡ് ദി കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഈസ് ഈഥൈൽ സെല്ലുലോസ്. അപ്പോൾ ഡ്രഗിൻ്റെ സലൈവയിലേക്കുള്ള റിലീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ബാക്കിംഗ് മെംബ്രെയിൻ, യൂണിഡയറക്ഷണൽ റിലീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദി ഫൈനൽ ഫോർമുലേഷൻ കമ്പോണൻറ്റ് ഈസ് പെർമിയേഷൻ എൻഹാൻസേഴ്സ്. അതായത് ഹൈ മോളിക്കുലാർ വെയ്റ്റ് സബ്സ്റ്റൻസസ് ലൈക്ക് പെപ്റ്റൈഡ്സ്. ഇതിൻ്റെയൊക്കെ ഡെലിവറി, ട്രാൻസ്മ്യൂക്കോസൽ ഡെലിവറി വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ പെനിട്രേഷൻ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് പെർമിയേഷൻ എൻഹാൻസേഴ്സ് ഓർ പെനിട്രേഷൻ എൻഹാൻസേഴ്സ് എന്ന് പറയുക. കോമൺലി യൂസ്ഡ് വൺസ് ആർ സോഡിയം ലോറൈൽ സൾഫേറ്റ്, പോളിസോർബേറ്റ് 280, സോഡിയം ഫ്യൂസിഡേറ്റ്, സോഡിയം ഗ്ലൈക്കോകോളേറ്റ്, ഡൈമീഥൈൽ ഫോർമമൈഡ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ബൈൽ സാൾട്ട്സ്. ഇതാണ് കോമൺലി യൂസ്. ഡൈമീഥൈൽ സൾഫോക്സൈഡും യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പെനിട്രേഷൻ എൻഹാൻസേഴ്സ്. സോഡിയം ലോറൈൽ സൾഫേറ്റ്, പോളിസോർബേറ്റ് 80 ഓർ 280. പോളിസോർബേറ്റ് 80യുടെ വേറെ പേരാണ് 280. ദെൻ സോഡിയം ഫ്യൂസിഡേറ്റ്, സോഡിയം ഗ്ലൈക്കോകോളേറ്റ്, ഡൈമീഥൈൽ ഫോർമമൈഡ്, ഡൈമീഥൈൽ സൾഫോക്സൈഡ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ബൈൽ സോൾട്ട്സ്. ഇതിനെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട് ടു ഇൻക്രീസ് ദി പെർമിയേഷൻ. അത്രയാണ് കമ്പോണൻസ്. ഡ്രഗ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ ബയോഡസി പോളിമേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, എക്സാമ്പിൾസ്, ബാക്കിംഗ് മെംബ്രെയിൻ, ദെൻ കംസ് പെർമിയേഷൻ എൻഹാൻസേഴ്സ്. ഇത്രയാണ് ഫോർമുലേഷൻ കൺസിഡറേഷൻ. ആൻഡ് നൗ വി വിൽ ഫൈനലി മൂവ് ടു ദി ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ഓഫ് mucoadhesive drug delivery system, that is advantages and disadvantages. Coming to the advantages, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് പ്രൊലോങ്സ് ദി റെസിഡൻസ് ടൈം ഓഫ് ദി ഡോസേജ് ഫോം അറ്റ് ദി സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ. അപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു മ്യൂക്കോഅഡ്ഹസീവ് ഡോസേജ് ഫോം ആക്കി മാറ്റുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ജെല്ലിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ നേരം അതവിടെ സൈറ്റിൽ നിൽക്കും. അത് കാരണം പ്രൊലോങ് കോണ്ടാക്ട് ടൈമാണ് ഇൻക്രീസ്ഡ് ബയോ അവൈലബിലിറ്റി അച്ചീവ് ചെയ്യുന്നത്. ക്യാൻ ബി യൂസ്ഡ് ടു ബൈപ്പാസ് ഹെപ്പാറ്റിക് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ആൻഡ് ഡീഗ്രഡേഷൻ ഇൻ GI ട്രാക്ട്. ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു ആ കാര്യം. ദെൻ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആസ് കമ്പയർഡ് ടു ഇഞ്ചക്ഷൻ. സാധാരണ നമ്മൾ ഫാസ്റ്റ് ആക്ഷൻ കിട്ടാനും ബൈപ്പാസ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ബൈപ്പാസ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന റൂട്ടാണ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ പാരൻ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന് വെച്ച് നോക്കുമ്പോൾ കൺവീനിയൻ്റ് ആണ്. ആ ഒരു ഇൻവേസീവ്നെസ് ഇല്ലാത്തതുകൊണ്ട്, സൂചി വെക്കേണ്ടാത്തതുകൊണ്ട് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ഓഫ് ഡെലിവറിയാണിത്.
ദെൻ റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. നമുക്കറിയാം ഈ നെഞ്ചുവേദനയൊക്കെ വന്നാൽ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് നാവിൻ്റെ അടിയിലാണ് വയ്ക്കുക, പെട്ടെന്ന് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആ സബ്ലിംഗ്വൽ മ്യൂക്കോസയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബക്കൽ മ്യൂക്കോസ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് എന്തുകൊണ്ടാണ് ഈ റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ? ബിക്കോസ് ഓഫ് ദി ഹൈലി വാസ്കുലറൈസ്ഡ് നേച്ചർ ഓഫ് ദി മ്യൂക്കോസ. കൂടുതൽ ബ്ലഡ് വെസൽസ് പ്രസൻ്റ് ആണ്, ബ്ലഡ് ഫ്ലോ കൂടുതലായിരിക്കും, ഡ്രഗ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യപ്പെടും. ദെൻ ബെറ്റർ അബ്സോർപ്ഷൻ വെൻ കമ്പയർഡ് ടു ട്രാൻസ്ഡെർമൽ ഡോസേജ് ഫോം. സ്ട്രാറ്റം കോർണിയം ലെയർ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്ഡെർമൽ റൂട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ അബ്സോർപ്ഷൻ വിൽ ബി മോർ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് റൂട്ട്. ദെൻ കമ്മിങ് ടു ദി ഡിസഡ്വാൻറ്റേജസ്, ഒക്കറൻസ് ഓഫ് ലോക്കൽ അൾസേഴ്സ്. അപ്പോൾ അൾസറോജനിക് ചില ഡ്രഗൊക്കെ നമ്മുടെ മ്യൂക്കോസേനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡ്രഗ്സ് ഉണ്ടായിരിക്കും. ആസ്പിരിൻ, ചില NSAIDs ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അത്തരത്തിലുള്ള ഡ്രഗുകളെ നമ്മൾ ഇത്തരത്തിൽ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദർ ഈസ് പ്രൊലോങ്ഡ് കോണ്ടാക്ട് ഓഫ് ദാറ്റ് ഡ്രഗ് വിത്ത് ദി മ്യൂക്കസ് മെംബ്രെയിൻ. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് അൾസേഴ്സ്. ഒരുപാട് കാലം യൂസ് ചെയ്താൽ അൾസേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അൾസറോജനിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ ലീഡ് ടു അൾസേഴ്സ്. ദെൻ നല്ലൊരു ഇൻവിട്രോ സ്ക്രീനിങ് മോഡലിൻ്റെ അഭാവം. ഇൻവിട്രോ സ്ക്രീനിങ് മോഡൽ നിങ്ങൾ അബ്സോർപ്ഷൻ്റെ ഇൻവിട്രോ സ്ക്രീനിങ് മോഡൽ പഠിച്ചിട്ടുണ്ടോ? ഡിസൊല്യൂഷൻ ടെസ്റ്റാണ് അബ്സോർപ്ഷൻ്റെ ഇൻവിട്രോ സ്ക്രീനിങ് മോഡൽ. ബയോഫാർമസ്യൂട്ടിക്സ് പഠിച്ചിട്ടുണ്ടോ? അവിടെ നല്ലൊരു കോറിലേഷൻ കിട്ടുന്നുണ്ട്. ആ അബ്സോർപ്ഷനെ നമ്മളിപ്പോൾ ഒരു മൃഗത്തിൽ ചെയ്തു നോക്കുന്നതിന് പകരം അതിൻ്റെ ഡിസൊല്യൂഷൻ ടെസ്റ്റ് ബാസ്ക്കറ്റ് അപ്പാരറ്റസോ അല്ലെങ്കിൽ പാഡൽ അപ്പാരറ്റസോ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വാല്യൂസ് തമ്മിൽ നല്ല കോറിലേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ എനിമൽ മോഡലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻവൈവോ മോഡലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻവിട്രോ മോഡലായിട്ടുള്ള ഡിസൊല്യൂഷൻ ടെസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. കാരണം നല്ല കോറിലേഷൻ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻവിട്രോ ടെസ്റ്റ് മെത്തേഡ് ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിമൽ സ്റ്റഡിയിലൂടെ തന്നെയാണ് എഫക്റ്റീവ്നെസ് എപ്പോഴും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദ ലാക്ക് ഓഫ് എ ഗുഡ് ഇൻവിട്രോ സ്ക്രീനിങ് മോഡൽ ടു ഐഡൻറ്റിഫൈ ഡ്രഗ്സ് സ്യൂട്ടബിൾ ഫോർ സച്ച് അഡ്മിനിസ്ട്രേഷൻ. ദെൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഈസ് പ്രൊഹിബിറ്റഡ്. ഈ സാധനം നമ്മൾ വായിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിലിമോ ടാബ്ലറ്റോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊന്നും കഴിക്കാനും പാടില്ല, ഒന്നും കുടിക്കാനും പാടില്ല. കാരണം അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇറ്റ് മേ ഗെറ്റ് ഡിസ്ലോഡ്ജ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു പോരാം. ദെൻ പേഷ്യൻ്റ് ആക്സെപ്റ്റബിലിറ്റി, ടേസ്റ്റ്, റിറ്റൻസി, മൗത്ത് ഫീൽ, ഇതൊക്കെ പേഷ്യൻ്റ് അഡ്ഹെറൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, പേഷ്യൻ്റ് കംപ്ലയിൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടി വരും. ടേസ്റ്റ്, റിറ്റൻസി ആൻഡ് മൗത്ത് ഫീൽ. ഈ സാധനം ഒരു ടാബ്ലറ്റ് വായിലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സുഖകരമായിരിക്കില്ലല്ലോ. ഫിലിമിനാ കുഴപ്പമില്ല, ഫിലിം വളരെ തിന്നായിരിക്കും. പക്ഷേ ടാബ്ലറ്റ് ഒട്ടിച്ച് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ തടഞ്ഞു വെക്കാം. ഇങ്ങനെ ഒരു സാധനം അവിടെ ഇങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്, ഈ പേഷ്യൻറ്റിൻ്റെ ഇറിറ്റൻസി ഫീൽ ചെയ്യുക. അതുപോലെ ടേസ്റ്റും മൗത്ത് ഫീലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏജൻറ്റ്സ് ആഡ് ചെയ്യേണ്ടി വരും. ദെൻ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് വിത്തിൻ ദി ഓറൽ മ്യൂക്കോസ ഈസ് ഓൾസോ ഇഷ്യൂ. ഡ്രഗിൻ ഇപ്പോൾ നമ്മൾ ലോക്കൽ ആക്ഷൻ കൊടുത്താൽ അതിൻ്റെ ഡ്രഗ് ഒട്ടിച്ചു വച്ചിരിക്കുന്ന സർഫേസിലും അതിൻ്റെ ചുറ്റും നല്ല ഡ്രഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഡ്രഗിൻ്റെ പ്രസൻസ് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. നോൺ യൂണിഫോം ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ. ഡോസേജ് ഫോമിൽ നിന്ന് അകലം കൂടുന്തോറും അവിടെ നല്ല രീതിയിൽ ഡ്രഗ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതിനാണ് നമ്മൾ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ് ഇൻ ദി ഓറൽ മ്യൂക്കോസ എന്ന് പറയുന്നത്. So that is another issue with this dosage form. So these are the advantages and disadvantages of this dosage form. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. It's almost over now. So in the next lecture we can start the third chapter of Unit 2. Thank you.